നമസ്കാരം. കോടിപതി ഗെയിം ഷോ ആരംഭിക്കുന്നു. ഭൗമശാസ്ത്ര വിദ്യാർത്ഥിനിയായ നൂറ എന്ന് വിളിപ്പേരുള്ള നൂർജഹാനുമായി കോടിപതി പ്രോഗ്രാമിന്റെ രസകരമായ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നൂർജഹാൻ, ഇനി അവശേഷിക്കുന്ന 2 ചോദ്യങ്ങൾ കൂടി ശരിയുത്തരം നൽകുകയാണെങ്കിൽ നൂറ ഒരു കോടീശ്വരിയാകും. എന്താ, പരിഭ്രമമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ മത്സരത്തിൽ നൂറ ജയിച്ചാൽ മുമ്പ് പറഞ്ഞതനുസരിച്ച് വാക്ക് പാലിക്കുമോ? മനസ്സിലായില്ല. കോടി കൈ കിട്ടുമ്പോ സാമൂഹ്യബോധം നഷ്ടപ്പെടുമോ എന്ന് തെളിച്ചു പറയാം. അനാഥരായ കുട്ടികൾക്ക് കൊടുക്കാതെ സ്വന്തം കീശയിലിടുമോ എന്നാണ് എന്റെ സംശയം. സർ, പണം എന്നെ ഭരിക്കാറില്ല, ഞാൻ പണത്തെ ഭരിക്കാറേ ഉള്ളൂ. ചരിത്രത്തിൽ ഒരു നൂർജഹാൻ ഉണ്ടായിരുന്നു, അറിയോ? അറിയാം. മുഗൾ സാമ്രാജ്യത്തിലെ ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യ, അതായത് താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയുടെ 2ാം അമ്മ നൂർജഹാൻ. ഗുഡ്. പക്ഷെ ചോദ്യം അതല്ല കേട്ടോ. ഈ അറബി ഭാഷയിൽ നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലോകത്തിന്റെ ദീപം. ഗുഡ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ നൂർജഹാനും ലോകത്തിന്റെ മുഴുവൻ ദീപമായി ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. പാർട്ടിസിപ്പന്റ് ഒരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് ചോദിക്കാം, ഖുറാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? ഖുറാൻ വായിക്കാറില്ല, ഓതാറേ ഉള്ളൂ. അതിന് കണക്കും വെക്കാറില്ല. വെരി ഗുഡ്. പെട്ടെന്നൊരു ചോദ്യം, പെട്ടെന്നൊരു ഉത്തരം. ഓക്കെ സർ. ഉത്തരം ശരിയല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ 50 ലക്ഷത്തിന്റെ പകുതി, അതായത് 25 ലക്ഷം രൂപ നഷ്ടമാകും. ശരിയുത്തരം പറഞ്ഞാൽ 75 ലക്ഷം രൂപ നൂർജഹാന് സ്വന്തം. ഓക്കെ. ചോദ്യം: ആകാശത്ത് അനേക ലക്ഷം നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രത്തിന് ലോകത്തിലെ പ്രശസ്തയായ ഒരു പെൺകുട്ടിയുടെ പേരാണുള്ളത്. ആരാണ് ആ പെൺകുട്ടി? ഓപ്ഷൻസ്: എ ഗ്രിഗറി സ്മിത്ത്, ബി ക്ലിയോപാട്ര സ്ട്രാക്കൺ, സി ആൻ ഫ്രാങ്ക്, ഡി സൂറി ക്രൂസ്. ഓക്കെ, സി ആൻ ഫ്രാങ്ക്. നൂർജഹാൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. വെൽ ഡൺ നൂർജഹാൻ, വെൽ ഡൺ. യു വിൻ 75 lakhs. നൂർജഹാന്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണും. അതിനൊക്കെ നൂർജഹാൻ മറുപടിയും പറഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നൂർജഹാൻ ശരിയുത്തരമാണ് നൽകുന്നതെങ്കിൽ നൂർജഹാനും ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരും ഇത് മറക്കില്ല. കാരണം ഈ ചോദ്യത്തിന്റെ വില 1 കോടി രൂപയാണ്. 1 crore rupees. നൂർജഹാൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇതാണോ 1 കോടി സമ്മാനം കിട്ടാനുള്ള അവസാനത്തെ ചോദ്യം? അല്ല, ഉണ്ടോ, പ്രണയിച്ചിട്ടുണ്ടോ? സർ, പ്രണയം ഒരു സ്വകാര്യതയല്ലേ? ഗുഡ്. എങ്കിൽ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം തന്നെ ആകട്ടെ അവസാനത്തേത്. ചോദ്യം: ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് വേറൊരു മതവും ആവശ്യമില്ല. ലോക സത്യം ഓതുന്ന ഈ കവിതയുടെ രചയിതാവാരാണ്? ഹൂ ഈസ് ദ പോയറ്റ്? ഓപ്ഷൻസ്: എ ജലാലുദ്ദീൻ റൂമി, ബി അമീർ ഖുസ്രു, സി ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡി ഗുൽസാർ. എനി ക്ലൂ? അവസാനത്തെ ചോദ്യത്തിന് ക്ലൂ ഇല്ല. ഇഫ് യു ആർ നോട്ട് ഷുവർ, വേണമെങ്കിൽ പിന്മാറാം. പിന്മാറിയാൽ 50 ലക്ഷം സ്വന്തം. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നൂർജഹാൻ ഇപ്പോൾ എടുക്കേണ്ടത്. വേണമെങ്കിൽ ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. I'd like to go for phone a friend option. വെൽ, ഫ്രണ്ട്സ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഡോക്ടർ സാജൻ വർഗീസ്, ബ്രദർ ജെയിംസ്, ഷാജഹാൻ, മേധാ പട്കർ.
ഏത് മേധാ പട്കർ? സർ, ദി ആക്ച്വൽ മേധാ പട്കർ. വെരി ഗുഡ്. ശരി, ഈ ചോദ്യത്തിന് ആരെയാണ് ഉത്തരത്തിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്? സർ, ഐ ഗോ ഫോർ ഷാജഹാൻ. ഷാജഹാൻ. യാ. ഓക്കെ, ഗോ ഫോർ ദ ഗെയിം. ഹലോ, താഴെ ഇറക്കടാ, താഴെ ഇറക്ക്. ഹലോ ഷാജഹാൻ, ഞാൻ മുകേഷാണ്. ആ പറഞ്ഞോളി മുകേഷ് ഭായ്. പത്തിരി, ഉന്നക്കായ്, കായപ്പം, ബിരിയാണി. എന്താ വേണ്ടിയേ? നിങ്ങൾ ഉമ്മത്താടെ ഫോണിൽ വിളിക്കേ. എന്താ ഇത്? സർ, അവർക്ക് കേറ്ററിംഗ് ബിസിനസ് ആണ്. ഓ ഷാജഹാൻ, ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെ ഞാൻ കോടിപതി പ്രോഗ്രാമിൽ നിന്നാണ്. സിനിമാ നടൻ മുകേഷ്. ചുമ്മാ പറയല്ലേ. ചുമ്മാതല്ല, ശബ്ദം കേട്ടറിഞ്ഞൂടെ? അയ്യോ സർ, സോറി സർ, പറയൂ സർ. ഷാജഹാന്റെ ഫ്രണ്ട് നൂർജഹാൻ ഇപ്പോൾ എന്നോടൊപ്പം ഈ കോടിപതി പ്രോഗ്രാമിൽ ഇവിടെ ഉണ്ട്. നൂർജഹാന് ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഒരു ചെറിയ സംശയം. നേരിട്ട് നൂർജഹാൻ ഷാജഹാനോട് ചോദിക്കും. ചോദിച്ചോളൂ. ഓക്കെ, ചോദ്യം ഇതാണ്. ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് വേറെ ഒരു മതവും ആവശ്യമില്ല. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് എ ജലാലുദ്ദീൻ റൂമി, ബി അമീർ ഖുസ്രു, സി APJ അബ്ദുൽ കലാം, ഡി ഗുൽസാർ. എന്താ സംശയം? അമീർ ഖുസ്രു. സൂഫി സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ആചാര്യനായ അമീർ ഖുസ്രു. ഓക്കെ, ഓപ്ഷൻ ബി അമീർ ഖുസ്രു. അമീർ ഖുസ്രു. സുഹൃത്തിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട് സർ, പൂർണ്ണമായും വിശ്വാസമുണ്ട്. ഷുവർ? യെസ് സർ. ഒരു മാറ്റമില്ല? ഇല്ല. കമ്പ്യൂട്ടർ ട്രിഗർ. ഓപ്ഷൻ ബി അമീർ ഖുസ്രു. മിസ് നൂർജഹാൻ, നൂർജഹാൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. You are absolutely right. ലോക സത്യമോദിയ ആ സൂഫി കവി അമീർ ഖുസ്രു തന്നെയാണ്. മിസ് നൂർജഹാൻ, ഇതൊരു ചരിത്ര നിമിഷമാണ്. മിസ് നൂർജഹാൻ ഇപ്പോൾ ഒരു കോടിപതിയാണ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് നൂർജഹാൻ. താങ്ക് യു സർ. ഈ ചോദ്യത്തിന് ആരെയാണ് ഉത്തരത്തിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്? സർ, ഐ ഗോ ഫോർ ഷാജഹാൻ. ഷാജഹാൻ. യാ. ഓക്കെ, ഗോ ഫോർ ദ ഗെയിം. ഷാജഹാന്റെ ഫ്രണ്ട് നൂർജഹാൻ ഇപ്പോൾ എന്നോടൊപ്പം ഈ ഫോട്ടോ കോടിപതി ടിവിയിൽ പ്രോഗ്രാമിൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ചോദ്യം ഇതാണ്. ഞാൻ പ്രണയത്തിൽ ഇനി അങ്ങനെ പലതും സംഭവിക്കും. ഒരു മതവും ഞാൻ ഫേമസ് ആയി വരുമല്ലേ. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? എന്താ സംശയം? അമീർ ഖുസ്രു. സൂഫി ആരാടാ എനക്ക് ഞമ്മളറിയാത്തൊരു ഫ്രണ്ട്? ഫ്രണ്ട്? എന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ വളർന്നോണ്ടിരിക്കാലോ മുത്ത. ഓപ്ഷൻ നൂർജഹാൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇവളാരാണാവോ? മദർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ദാ ഐശ്വര്യമായിട്ട് വെച്ചോ. എന്റെ വക. താങ്ക് യു. മദർ പോയിട്ട് വരാം. ഓക്കെ, ശരി, ബൈ. എക്സ്ക്യൂസ് മീ, സാറുണ്ടോ അകത്ത്? ഉണ്ട്, അകത്തുണ്ട്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു നൂറ. യു വെൽക്കം സർ. നൂറയുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ഷുവർ സർ, ഇറ്റ് വിൽ കണ്ടിന്യൂ. ഓൾ ദി ബെസ്റ്റ്. ശരി, വരട്ടെ. ഗുഡ് മോർണിംഗ് നൂറ. ഗുഡ് മോർണിംഗ്. ദാ വാങ്ങിച്ചോളൂ. താങ്ക് യു. ബ്ലെസ്സിങ്സ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എളേപ്പാ, അങ്ങനെ കോടീശ്വരി 2 ദിവസം കൊണ്ട് ഒരു സാധാരണക്കാരിയായി അല്ലേ? എന്നാലും അങ്ങനെ മുഴുവൻ കൊടുത്തു തീർക്കേണ്ടില്ലായിരുന്നു. മുഴുവൻ കൊടുത്തില്ലല്ലോ. ഇനിയുണ്ടോ നോക്കട്ടെ. നിക്ക്, ഞാൻ എടുത്തരാ. ഇതാ കണ്ടില്ലേ, ഇത് ബാക്കിയുണ്ട്. ഇതിനും ഒരു അവകാശമുണ്ടല്ലോ. സാർ, ഇവിടെ ഒപ്പിട്ടു. ബാങ്ക് നോട്ടീസ് ഇപ്പൊ കൊറിയറിലും വരാൻ തുടങ്ങിയോ? കൊല്ലാപ്പാണോ പടച്ചോനെ? ബാങ്കിൽ നിന്നല്ല, ഇത് വേറെ ആരോ വെച്ചാ.
താങ്ക് യു. ശരി സാർ. എന്താടാ അത്? ആ എനിക്കറിയോ, നോക്കട്ടെ. ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ. ആഹാ, ചെക്കോ? 1000 രൂപ. ഒരു കത്തുണ്ടല്ലോ. ശരിയായ ഉത്തരം നൽകി എന്നെ സഹായിച്ചതിന് നന്ദി. പ്രതിഫലമായി സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ അടങ്ങിയ പുസ്തകവും 1000 രൂപയുടെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. സദയം സ്വീകരിക്കുക എന്ന് നൂറ എന്ന നൂർജഹാൻ. ഇത് കലക്കി. ഇതന്ന് നമ്മളെ ടിവിയിൽ കണ്ട കുട്ടിയല്ലേ, നൂർജഹാൻ. ഉമ്മത്ത, എന്താടാ? ഇവിടെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. ഹൗസ് നമ്പർ 281/12 രാഗം സ്ട്രീറ്റ്. എന്താ ജോസ് എന്റെ അഭിപ്രായം? ഓ LDF ആയാലും UDF ആയാലും നമുക്ക് ഒരുപോലെ. ഓ ചേട്ടൻ വന്ന ശരിയാ. ആരാലും അരിന്റെ പോലെ ഒന്നും പറയാൻ പോണില്ല. അരിന്റെ മാത്രല്ല എല്ലാത്തിന്റെയും. ഇവനാരാടാ? വീട് തന്നെ. ആ വന്നോളി, ഞാൻ ഇപ്പൊ ഫ്രീയാ. വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവാനുള്ള, വേഗം വന്നോളി. ഇത്ര പെട്ടെന്ന് വന്നാ? എന്റെ അല്ലോ, എന്തായി കാണിക്കുന്നത്? വാതിലടക്കല്ലേ? ഇവളിപ്പോ പട്ടാപകരം പരിപാടി തുടങ്ങിയോ? ഇത്തിപ്പിടെ നടക്കൂല. ആരാടാ അകത്ത്? പുറത്തേക്ക് ഇറങ്ങി വാടാ. അധികം ചിരിക്കണ്ട. എന്തിനാടി നീ ഇങ്ങനെ ഒരാളായിട്ട് വട്ടളക്കണത്? എടി, എന്തിലും ആരിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് കണ്ട ഐ ജസ്റ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. അതാണ് നൂറ. എന്താ നിന്റെ ഉദ്ദേശം? ഫ്രണ്ട്ഷിപ്പ് ഓർ ടൈം പാസ്? ആ അതറിയില്ല. അതെ, സംഗീതം മാത്രല്ല, അല്പസ്വല്പം ചട്ടമ്പിത്തരം കൂടി കയ്യിലുള്ള ആളായി ഈ ഷാജർ. മറക്കണ്ട. നൂറ, ഓ എന്റെ മൊബൈൽ നിന്റെ ബാഗിനകത്തായി പോയി. ഓ ആണോ? ആ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വരെ ലേറ്റ് ആവും. ആ. നീ ഒരു ഓട്ടോ എടുത്ത് വീട്ടിൽ പോകും. ആ ശരി അമ്മ. ദാ, ഓക്കെ. പോ. ഇവളല്ലേ ടിവിയിൽ കണ്ട നൂർജഹാൻ? പെണ്ണുങ്ങളെ നിസ്കാരപ്പള്ളിക്ക് മുമ്പിൽ കുറെ നേരമായാലും ചങ്ങയ്ക്ക് ഇറങ്ങി നടക്കണേ. ഒരു പൂവാലന്റെ ലക്ഷണം ഉണ്ടല്ലോ. അത് നമുക്ക് ശരിയായി കൊടുക്കാം. നൂറ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോവാം. എന്നെ RP മാളിൽ വിട്ടാ ആ മതി. ശരി. വാ, ഇറങ്ങി ഇങ്ങോട്ട് വാ. ആ പർദ്ദയൊന്ന് താഴ്ത്തിയേ. എന്താ നൂറ? ദാ ഈ ബാഗൊന്ന്, എന്റെ ബാഗൊന്ന് കൈപ്പിടി. ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ നടന്നോളി. വേഗം വാ, ഞാൻ ഗേറ്റിൽ നിൽക്കേ. അവിടെ നിക്കടി. അന്നെ കൈ കിട്ടൂലെന്ന് വിചാരിച്ച അന്റെ മോന്തനെ ഒന്ന് കാണട്ടെ. എന്താണ് പരിപാടി? ആള് മാറിപ്പോയതാ. എടാ, നേരമായിട്ടൊന്നും ഇവിടെ കിടന്ന് കറങ്ങുന്നു. നീ ഏതാടാ? എടി, നമ്മുടെ ഈ സൂഫി കുമാറിന്റെ പുതിയ ആൽബം ഇല്ലേ, വലിയ ഹിറ്റാ. നീ അറിഞ്ഞോ? ശരി. എന്താ ശരിയിൽ ഒരു ആക്കല്? ഒന്നുമില്ലേ. ഓക്കെ, അത് പോട്ടെ. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ വർമാജിയുടെ ഒരു വിവരമില്ലല്ലോ. ഇപ്പൊ ഏത് ഫോറസ്റ്റിലെ ഫോട്ടോഗ്രാഫി? സൈലന്റ് വാലി. സൈലന്റ് വാലി. എന്താ ഒരു മുഖം വീർപ്പിക്കല്? ഇത് കേറണ്ടില്ല. പിന്നെ ഇതൊക്കെ പിടിച്ച് നടന്നു കയറാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ. ദേ ആ സൂഫി കുമാരൻ വരുന്നു. ഇയാളെ തല്ലിക്കൊന്നാലും ചാവില്ലാന്ന് തോന്നുന്നു. 100 ആയുസാ കക്ഷിക്ക്. ഞാനിപ്പ വരാം. നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ ഇരിക്കടി, ഞാനിപ്പ വരാം. പെട്ടെന്ന് വരാം. എടി, ഇത് ശരിയല്ല കേട്ടോ. ശരിയാണോ കേട്ടോ? ഇനി എന്തിനുള്ള പുറപ്പെടാനോ ആവും. ഡാ, എന്തൊക്കെയായാലും നമ്മുടെ അടുപ്പിൽ വേവണ നാടൻ രുചി തന്നെ വേണം ഇവർക്കൊക്കെ കച്ചവടം നടത്താൻ. ഉമ്മത്തെ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? നമ്മൾ ഇവർക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കുന്ന ഉഴുന്നുവട ഈ പഹയന്മാര് വിൽക്കുന്ന എത്രക്കാ കുഞ്ഞാലി? 25 ഉറുപ്പ്യക്ക്. ആ പൊടച്ചോനെ, നേരോ? നേര്. ആഹാ, ശ്രീപാർവതി എന്താ ഇവിടെ? അത് ഒറ്റയ്ക്ക? അല്ല, ഒരു ഫ്രണ്ട് ഉണ്ട്. ഫോൺ ചെയ്യാൻ പോയതാ. ആഹാ, ഈ ഫോണോമേനിയ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. ഫോണോമേനിയ നിന്റെ കെട്ടിയോക്ക?
ബൈ ദ വേ ഇത് എന്റെ ഉമ്മത്ത, വലിയ വെപ്പിസ്റ്റാ. അറിയാം, ടിവിയില് കുക്കറി ഷോ കണ്ടുണ്ട്. അത്യാ മോളെ വീട് എവിടെയാ? അത് അമ്പലത്തിന്റെ. അതെ ഉമ്മത്ത, ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ ശ്രീ പാർവതി, തളിയിലെ കിഴക്കേടം കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയാ. ആ, ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഷാജറിന്റെ LLB എന്തായി? അതിനിവന് പഠിക്കാൻ എവിടെയ നേരം? ഇവൻ വക്കീലാവുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മോളെ. ഉള്ള സമയം പാട്ടും പാടി നടക്കുകയല്ലേ. അയ്യോ, നിങ്ങൾ പറഞ്ഞ് കൊളവാക്കല്ലേ ഉമ്മത്ത. വാ പോവാ. ശ്രീ പാർവതി, യു ക്യാരി ഓൺ. ഓക്കേ ബൈ. പോട്ടെ, നിക്കടാ. വെരി നീ ഇതെവിടെയായിരുന്നു? ഷാജറിനെ നേരിട്ടൊന്ന് പരിചയപ്പെടായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്നെ കോടിപതിയാക്കിയ എന്റെ ഫ്രണ്ട് അല്ലേ? അത് ശരി, നിന്റെ ഫ്രണ്ട് എന്റെയും കൂടെ ഫ്രണ്ട് അല്ലേ? വാ നമുക്ക് പോവാം. എന്റെ സൂഫികുമാരാ. Look wise. Okay. സൂഫി മ്യൂസിഷ്യൻ ഷാജഹാൻ LLBക്ക് പഠിക്കുന്നു. ചെമ്മങ്ങാട് പള്ളിക്ക് സമീപം വീട്. മലബാർ ടേസ്റ്റിന് പുതിയ മാനം കണ്ടെത്തിയ ഏക സഹോദരി സൈനുത്ത. ഒരുവിധം ബയോഡേറ്റ ഒക്കെ കിട്ടി. എന്നാലും എനിക്ക് നിന്നെ കുറച്ചുകൂടി സ്റ്റഡി ചെയ്യാനുണ്ടല്ലോ മോനെ. ആരോടാ ഒരു സംസാരം? നീ കണ്ടുപിടിച്ച വല്ല പുതിയ നക്ഷത്രങ്ങളായിട്ടാ? ആസ്ട്രോണമി തലയ്ക്ക് പിടിച്ച് വട്ടായോടി. ആ, ഒരു ചെറിയ വട്ട് തന്നെ. ഡോക്ടറെ, ഐ ഹാവ് എ കോംപ്ലിക്കേറ്റഡ് ഡൗട്ട്. പ്രണയിക്കാനാണോ അതോ പ്രണയിക്കപ്പെടാനാണോ ജനറലി ഒരാൾക്ക് താല്പര്യം? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ, എനിക്കറിയില്ല. പക്ഷേ അമ്മൂമ്മ എന്റെ അടുത്ത് പറയാറുള്ളത് ലവ് ആഫ്റ്റർ മാരേജ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാ. എടി, എന്താ നിനക്കിപ്പോ ഒരു റൊമാൻറ്റിക് തോട്ട്? അതാണ് ഇവിടെ ഒരു വറവിന്റെ മണം അല്ലേ? വറവിന്റെ മണോ? അതെ. എന്താടി, ഉറപ്പിച്ചോ? നോട്ട് യെറ്റ്, ബട്ട് എന്റെ പൊന്നു ഷാജറെ, നിന്നെ ഞാൻ അങ്ങനെ ഈസി ആയിട്ട് വിടില്ല. സാരല്ലേ? അന്റെ വല്യൂപ്പ കാരന്തൂര് മൊയ്തൂട്ടി ആരാന്നറിയോ എനക്ക്? ആരെ കിട്ടിയാലും മൂപ്പര് മർമ്മം നോക്കിയൊരു ഉഴിച്ചിലുണ്ട്. അതങ്ങനെ ഒരു കാലം. എന്റെ മോനെ, അനക്കാരെങ്കിലും പ്രേമിക്കാൻ തോന്നിയിട്ടുണ്ടാ? ഈ കുഞ്ഞാച്ചയുടെ ഒരു കാര്യം സത്യം പറയട കള്ള. ഇത്രയും മൊഞ്ചുള്ള ഒരു ചുള്ളത്തി പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കുഞ്ഞാച്ചേ. പിന്നെ എങ്ങനെയാ? പോണ ചെക്ക.